ഞാൻ പറഞ്ഞത് AK-യുടെ കൃഷ്ണമേനോൻ മാർഗിലെ വീട് ഓഫീസ് റെസിഡൻസിലുള്ള ഓഫീസിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഡിഫൻസ് മന്ത്രാലയത്തിൽ നടന്നെന്നല്ല ഞാൻ പറഞ്ഞത്. അതെനിക്കറിയില്ല. പ്രതാപം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തൊന്നും എനിക്കറിയില്ല. ഗുരുതരം രാജ്യരക്ഷ എങ്ങനെ ബാധിക്കണത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ എങ്ങനെ കളങ്കപ്പെടണത്? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത രാജ്യരക്ഷ എങ്ങനെ? ഫോട്ടോസ്റ്റാറ്റല്ലേ കൊടുത്തിട്ടുള്ളൂ, ഡീലൊന്നും നടന്നിട്ടില്ലല്ലോ. ഒരാൾ ചോദിക്കുക പ്രതിരോധ രേഖകൾ എന്ന് പറഞ്ഞാൽ താഴെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഫയൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഓപ്പൺ ചെയ്യണത് ഡയറക്ടർ ലെവലിൽ നിന്നാണ്. സെക്ഷൻ ഓഫീസർ, ഡയറക്ടർ, അണ്ടർ സെക്രട്ടറി, അതിന് JS വരെ പോകും. ആ ഫയലുകളുടെ നോട്ടുകളാണ് കൊടുത്തിരുന്നത്. പിന്നെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള കച്ചവടക്കാർ പുറത്തേക്ക് ഇറങ്ങി, കാരണം അവർക്ക് ഒരു ഡീലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അവർ അനിലിനെ സമീപിച്ചു. അനിൽ ഇന്ന ഡീല് ഇന്ന രീതിയിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ള ധാരണ കൊടുത്ത് പണം കൊടുത്തവരുമുണ്ട്, പണം നഷ്ടപ്പെട്ടവരുമുണ്ട്, ഒന്നും നടക്കാത്തവരുമുണ്ട്. ഞാൻ പറഞ്ഞാൽ ആകെ ഒരു ഡീലാണ് കൺക്ലൂഡ് ചെയ്തത്. 10 വർഷത്തിനിടെ നോക്ക് ഏത് ഡീൽ അതുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കതിൻ്റെ ഭാഗമല്ല, എനിക്കറിയില്ല. ഞാൻ അവരെയൊന്നും കണ്ടിട്ടില്ല. എന്നെ ഡീൽ ചെയ്യാൻ വന്ന അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണിയെ ഞാൻ ഡീൽ ചെയ്ത എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. എനിക്ക് ആ CBI അല്ലല്ല ആ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചന്ദ്രശേഖര പിള്ള എന്ന് പറഞ്ഞ ആൾ CBIയുടെ ജില്ലാ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ CBI നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ടെനുവർ കഴിഞ്ഞു. ഈ എപ്പിസോഡ് നീണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 1.5 കൊല്ലം കിട്ടി. അതിനുശേഷം കഴിഞ്ഞ് കുറച്ച് കാലം കൂടി അദ്ദേഹം നീണ്ടുപോയി. അപ്പോഴത്തെ NDA വന്നു. ശാസ്തമംഗലാജിത്തിനെ വെച്ചു. BJP ഗവൺമെൻറ് ശാസ്തമംഗലാജിത്തിനെ വെച്ചു. പക്ഷേ ഇന്ന് മറുനാടൻ സാജൻ പറഞ്ഞു ഞാൻ ശാസ്തമംഗലാജിത്തിനെ കാശ് കൊടുത്തതെന്ന്. അദ്ദേഹം എവിടെ നോക്കിയാണ് ഇത് പറയണതെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ അന്ന് എംപാനിൽ വന്ന 4 ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 4 ലോയറിൽ എലിജിബിളാണെന്ന് കണ്ട ലോയർ അത് എലിജിബിളാണെന്നും അങ്ങേര് 1ാം സ്ഥാനത്താണെന്നും അപ്പോയിൻമെൻറ്റ് മാത്രം നടന്നാൽ മതിയായിരുന്നു. അതിനുവേണ്ടിയാണ് പണം കൊടുത്തത്. നിങ്ങൾ CBIയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചെന്ന് പറയുമ്പോഴും പ്രതിരോധ രേഖകൾ അനിൽ കണ്ടിട്ടുണ്ട് ചർച്ചകൾ മാറിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് കേൾക്ക്. പ്രതിരോധ രേഖകൾ മാർക്കറ്റിൽ അനിൽ ആൻ്റണി വിറ്റ് പണം വാങ്ങിയെന്നാണ് പറഞ്ഞത്. പ്രതിരോധ രേഖകളുടെ കോപ്പികൾ ഇന്ന പ്രൊക്വയർമെൻറ്റ് അന്ന് ഒരുപാട് പ്രൊക്വയർമെൻറ്റുകൾ നടക്കണ സമയമാണ്. പക്ഷെ ഒന്നും കൺക്ലൂഡ് ചെയ്തിട്ടല്ലാത്തതുകൊണ്ട് കാരണം എനിക്കറിയാവുന്ന ഒരു ഏജൻറ്റാണ്. ഞാൻ അദ്ദേഹത്തെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. അനിലുമായിട്ട് അങ്ങേര് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാൻ യൂറോപ്പിലൊരു കൺട്രിയിലാണ്, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇനി അന്ന് അദ്ദേഹം ഒരു മെയിൻ ഡീലിലുള്ള ഒരു ആയുധ ഡീലിലുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഓസ്ട്രിയയിലാണ്. എന്നോട് പറഞ്ഞാൽ വേറെ ഫോണിൽ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു വെച്ചേക്കാണ്. അല്ല, എനിക്ക് അനിൽ ആൻ്റണി ഡീല് പുറത്തു കൊണ്ടുവരുന്ന കളങ്കപ്പെട്ട ഒരു വ്യക്തിയാണ് അനിൽ ആൻ്റണി എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത്. ഞാൻ കളങ്കപ്പെട്ട ആളാണ്. എന്നെക്കുറിച്ച് കളങ്കമുള്ള ആരോപണമാണ്. എൻ്റെ പേരിൽ അദ്ദേഹം ഉന്നയിച്ച പോലെ 2 CBI എൻക്വയറി ഞാൻ നേരിട്ടു. 2 PEയും ക്ലോസ് ചെയ്തു. ഒരു PE തിരുവനന്തപുരം CJM കോടതിയിൽ ജോമോൻ പുത്തമ്പുരക്കൽ ചലഞ്ച് ചെയ്ത് പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് കിടപ്പുണ്ട്. ഇൻകം ടാക്സ് അന്വേഷണം നടത്തി, വിജിലൻസ് നടത്തി. എൻ്റെ പേരിലൊരു കംപ്ലയിൻറ്റും ഇല്ല ഇപ്പം. പിന്നെ ഞാൻ വിഗ്രഹം മോഷ്ടിച്ചെന്ന് കുന്നുമ്മൽ സുരേന്ദ്രനും അനിൽ ആൻ്റണിയും പറഞ്ഞു. പിന്നെ കാട്ടുകള്ളെന്ന് തന്നെ കുന്നുമ്മൽ സുരേന്ദ്രൻ പറഞ്ഞു. കുന്നുമ്മൽ സുരേന്ദ്രൻ BJPയിൽ വന്നതിന് മുമ്പ് ഒരു ഫോറസ്റ്റിൽ കാട്ടുകള്ളന്മാർക്ക് വേണ്ടി കണക്കെഴുത്തായിരുന്നു. ആ ചരിത്രം അറിയാമല്ലോ. കാസർഗോഡിൽ കണക്കെഴുത്തായിരുന്നു തടിക്കടയിൽ. അതുകൊണ്ടാണ് പുള്ളി അത് പറഞ്ഞത്, കുന്നുമ്മൽ സുരേന്ദ്രൻ. എന്ത് സംശയം? പെട്ടെന്നല്ല കൊടുത്തത്. അതിനെനിക്ക് കൃത്യമായി ഈ സിൻഡിക്കറ്റിൽ PJ തോമസിനെ പോലെയുള്ള ആളുകളും എല്ലാം അനിൽ ആൻ്റണി നടത്താൻ പ്രാപ്തനാണ്. ഞാനതിൻ്റെ മാറ്റം വെച്ച് നോക്കി. ജൻപത് 2ലേക്ക് അനിൽ ആൻ്റണിയുടെ എൻട്രി എങ്ങനെയെന്ന് നോക്കി. ഞാൻ കപിൽ സിബാലിൻ്റെ ഒരു കേസിൻ്റെ ബ്രീഫിന് പോകുമ്പോൾ അനിൽ അംബാനി അവിടെ വരുന്നു. അവിടെ വെച്ച് ഈ വിഷയം ഞാൻ ഈ അനിൽ അംബാനിയുടെ പേര് ഉൾപ്പെടുന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനിടയാവുന്നു. അപ്പോഴെല്ലാം ഈ അനിൽ ആൻ്റണിയുടെ ആക്സസ് പരിശോധിച്ച ശേഷമാണ് ഞാൻ പണം കൊടുത്തേക്കണത്. അല്ലാതെ പെട്ടെന്ന് കൊണ്ട് ഇന്ന് അനിൽ ആൻ്റണി 25 ലക്ഷം CBI സ്റ്റാൻഡിംഗ് കൗൺസിലിന് അപ്പോയിൻറ്റ് ചെയ്ത് അങ്ങനല്ല കൊടുത്തത്. 2014 13 എനിക്കറിയില്ല. അനിൽ അംബാനി അന്ന് അദ്ദേഹത്തെ കണ്ടത് റാഡിയ ടേപ്പും 2G സ്കാമും. 2G റാഡിയ സ്കോൾ ഈ 3 സ്കാമും രഞ്ജിത് സിൻഹയുടെ കാലത്താണ് അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. എനിക്കറിയില്ല എന്തിനാണ് പോയെന്നറിയില്ല. അവസാനം 22 തവണ CBI ഡയറക്ടറെ കണ്ട ആരോപണം നേരിട്ടത് അനിൽ അംബാനി, പോയത് അനിൽ ആൻ്റണി.
അതായത് അനിൽ അംബാനി എന്ന് തെറ്റിദ്ധരിപ്പിച്ച ആണ് വിസിറ്റ് നടത്തിയത്. കാരണം അന്ന് എൻ്റെ ഒരു ലേഡി ഉണ്ട് റിപ്പോർട്ടർ, ആ റിപ്പോർട്ടറിൽ വിസിറ്റ് ഡയറി കണ്ടിരുന്നതാണ് ഞാൻ. ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഡി റിപ്പോർട്ടറാണ്. അന്ന് റാഡിയ ടേപ്പ് കോടതി വന്നതാണ്. അനിൽ അംബാനിയുടെ പേരിലാണ് ആരോപണം വന്നത്. അനിൽ അംബാനി ഈ തീൻമൂർത്തിയിലാണ് അന്ന് കപിൽ സിബാലിൻ്റെ വീട്, റെസിഡൻസ്, ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അന്ന് ഒരു പഴയ ബ്രീഫിനെ കുറിച്ച് പോകുമ്പോൾ അനിൽ അംബാനിയോട് ഞാൻ ഇഷ്യൂ, ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിക്കേഷനും കപിൽ സിബാലിൻ്റെ കയ്യിലായിരുന്നു UPAയിൽ. രണ്ടാം UPAയിൽ കപിൽ സിബാലാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. വിറ്റെന്നല്ല പറഞ്ഞത്, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തെന്നാണ് ഞാൻ പറഞ്ഞത്. വിറ്റെന്ന് ഞാൻ വേട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, രാജ്യദ്രോഹം എങ്ങനെ വന്നത്? ഇപ്പം ഞാൻ ചോട്ടെ, ഇതിനു മുമ്പ് ഞാൻ ഒരു ഇഷ്യൂ വന്നത്, ഒരു VVPAT ഫോട്ടോ കോൺഗ്രസിൻ്റെ ഒരു വക്താവ്, കോൺഗ്രസിൻ്റെ ഒരു ലേഡി എനിക്ക് എടുത്ത് തന്നൊരു ഇഷ്യൂ വന്നു. VVPAT നമുക്ക് മൊബൈലുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാം. കാരണം നമ്മൾ വോട്ട് ചെയ്താൽ 7 സെക്കൻഡ് കൊണ്ട് വന്നാണ് VVPAT. അത് ആരോ നിയമപ്രശ്നമൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അത് കോഡ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ വയലേഷൻ. എന്ത് കോഡ് ഓഫ് കോണ്ടാക്റ്റ്? നമ്മൾ വോട്ട് EVM ചെയ്ത് കഴിഞ്ഞാൽ VVPAT ഡ്രോപ്പായിട്ട് വീഴും, മൊബൈലുണ്ടെങ്കിൽ പകർത്തും.